നമസ്കാരം. സ്വദേശത്തും വിദേശത്തും ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതും വേണ്ട, പഠനത്തോടൊപ്പം ജോലി ചെയ്ത് ആ കോഴ്സിൻ്റെ ഫീസൊക്കെ അടയ്ക്കാൻ ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? അതിന് ഒരു സുവർണ അവസരം. 100% അതിന് ഉത്തരം നൽകുന്ന ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തെയാണ് ലൈവ് TV കേരളയുടെ എൻ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ എറണാകുളത്തുള്ള വളഞ്ഞമ്പലത്തെ അക്കാഡമി ഫോർ കാറ്ററിംഗ് ടെക്നോളജി, നമ്മുടെ ACT കോളേജ് ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. പഠനത്തോടൊപ്പം തന്നെ ജോലി നേടാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ കോഴ്സിൻ്റെ ഫീസ് അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈമായി ജോലി ചെയ്തുകൊണ്ട് അടയ്ക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തു തരുന്ന ഇവിടുത്തെ മികച്ച ഒരു മാനേജ്മെൻറ്റ്, സ്റ്റാഫുകളുടെ സമീപനം ഒക്കെ വളരെ വലുതാണ്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ, ജോലി നേടാൻ ആഗ്രഹമുള്ളവർ കടന്നു വരൂ. നമുക്ക് അക്കാഡമി ഫോർ കാറ്ററിംഗ് ടെക്നോളജിയുടെ വിശേഷങ്ങൾ അറിയാം. അക്കാഡമി ഫോർ കാറ്ററിംഗ് ടെക്നോളജി ഫുഡ് ആൻഡ് ബിവറേജ് സെക്ഷൻ്റെ പ്രാക്ടിക്കൽ ലാബിലാണ് ഞാനുള്ളത്. ശരിക്കും ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ സെറ്റപ്പാണ്. ഞാൻ പറഞ്ഞു, ശരിക്കും ആ ഒരു ആംബിയൻസ് ഇവിടെ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ, ഇതിൻ്റെ പ്രിൻസിപ്പൾ ബഹുമാന്യനായ വിൻസെൻ്റ് മാത്യു സാറാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം സാറേ. നമസ്കാരം. ശരിക്കും ഈ കുട്ടികൾ എന്ത് സന്തോഷത്തിലാണ് ഇവിടെ പഠിക്കുന്നത്? നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്? ആക്ച്വലി ഇതൊരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്ക് 3 പ്രോഗ്രാംസാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ബിവോക്ക്, അതായത് ബാച്ചിലർ ഇൻ വൊക്കേഷൻ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി പ്രോഗ്രാമാണ് 3 വർഷത്തെ. പിന്നീട് 2 വർഷത്തെ ഡിപ്ലോമ ഇൻ ഹോട്ടൽ ഓപ്പറേഷൻ ഉണ്ട്. 1 വർഷത്തെ ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ കുക്കറി ആൻഡ് അതിൻ്റെ കോഴ്സും ഉണ്ട്, മാനേജ്മെന്റ് കോഴ്സ്. അതുപോലെ തന്നെ ആയിക്കോട്ടെ, ഇതെല്ലാം ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് അല്ലേ? ശരി, അത് വളരെ മനോഹരമാണ്. അവർ പഠനം ആസ്വദിച്ച് ജോലി ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെ. ജോബ് ഓറിയന്റഡ്, നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നുള്ളത് ഒരു ബോധ്യത്തോടു കൂടി അവർ പഠിക്കണം. അതെ അതെ അതെ, ആ ഒരു കാര്യം നമ്മളിവിടെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ കുട്ടികളിവിടെ പഠിക്കാൻ ചേരുന്ന ആ ദിവസങ്ങളിൽ മുതൽ തന്നെ ഇവർ ജോബും ചെയ്യുന്നുണ്ട്. ഈ കോളേജിൽ കിട്ടുന്ന ട്രെയിനിങ് കൂടാതെ ഇവർ ക്ലാസ് ടൈം കഴിഞ്ഞിട്ട് പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്തുകൊണ്ട് റിയൽ എക്സ്പീരിയൻസ് നേടിക്കൊണ്ടാണ് ഇവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോഴ്സ് ഫീസ് നമുക്ക് വീട്ടുകാരുടെ നിന്ന് മേടിക്കേണ്ട കാര്യമില്ല, അവർക്ക് തന്നെ ജോലി ചെയ്ത് കണ്ടുപിടിക്കും. വലിയൊരു കാര്യമാണ് കേട്ടോ. വിദേശ രാജ്യങ്ങളിലെല്ലാം പോയി നമ്മളുടെ നാട്ടിൽ നിന്ന് ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർ ആ നാട്ടിൽ ചെയ്യുന്ന ഒരു കാര്യം നമ്മളുടെ നാട്ടിൽ തന്നെ ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ വ്യത്യാസം. അതൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. UK-ലും ലണ്ടനിലൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് കേരളത്തിൽ തന്നെ ജോലി കിട്ടും, അതിനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് സാറ് തെളിയിച്ചിരിക്കുകയാണ്. ഇത് ഇപ്പോൾ നമ്മളുടെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. വരുന്ന വർഷം, അതായത് വരുന്ന അക്കാഡമിക് ഇയർ 25-26 നമ്മളുടെ 25ാം വാർഷികമാണ്. ഓ ശരി. അപ്പോൾ 25 വർഷമായി എല്ലാവരും ആശംസകളും. താങ്ക് യു 25 വർഷമായി നമ്മളിവിടെ ചെയ്യുന്ന ഒരു കാര്യം, അതായത് ഒരു വ്യക്തിയെ മാത്രമല്ല ആ ഒരു കുടുംബത്തെ കൂടി നമ്മൾ ഇങ്ങനെയുള്ള കോഴ്സുകളുടെ വലിയൊരു പ്രത്യേകതയാണല്ലോ അത്. ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തി എടുക്കും. അതെ, എല്ലാം
നമ്മുടെ ആ സ്റ്റഡിയുടെ ഭാഗമായിട്ട് അവര് ചെയ്യുന്നതാണ്. മിടുക്കനാവട്ടെ. സാറേ, കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള കുട്ടികൾ നമുക്കിവിടെ പഠിക്കുന്നുണ്ട് അല്ലേ? സാറിന് കോൾ വരുന്നത് എടുത്തോളൂ. ഓക്കെ ഓക്കെ. ഇതൊക്കെ എപ്പോഴും തിരക്കിലാണ്. ഹലോ. പറയൂ. അതെ, ഇപ്പോൾ അഡ്മിഷൻ്റെ ടൈം നമ്മളിപ്പോൾ പുതിയ അക്കാഡമിക് ഇയറിലേക്കുള്ളത് തുടങ്ങിയിട്ടുണ്ട്. വരുന്ന ജൂണിലാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മളുടെ വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കോളേജ് നമ്പറിലും ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൗകര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അഡ്മിഷൻ്റെ തിരക്കിലാണ് അല്ലേ? ഇപ്പോൾ നമ്മുടെ ജൂണിലാണോ അഡ്മിഷൻ ടൈം? ജൂണിലാണ്. ഇപ്പോൾ +2 റിസൾട്ട് വന്നതിന് ശേഷമാണ് നോർമലി അഡ്മിഷൻ തുടങ്ങുന്നത്. ശരി. അഡ്മിഷൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് സാറേ? ഇത് ജസ്റ്റ് ബേസിക് ക്വാളിഫിക്കേഷൻസ്, അതായത് 10th പാസ്സായവർ മുതൽ +2 ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഈവൻ ഫെയിലായവർക്ക് വരെയുള്ള കോഴ്സ് ഉണ്ട്. കൂടാതെ ഡിഗ്രി പ്രോഗ്രാമിനാകുമ്പോൾ നമുക്ക് +2 പാസ്സായിരിക്കണം. അപ്പോൾ ഏത് ലെവലിലുള്ളവരും, ഇതൊരു സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സുകളാണ് ഇവിടെ. അക്കാഡമിക് ബ്രില്യൻസ് ഇതിൻ്റെ ഒരു മാനദണ്ഡമല്ല. ആപ്റ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡും മതി ഇതിനോട്. അതെ അതെ. ഈ ഒരു ഫീൽഡിനോട് ഒരു താല്പര്യം, അതായത് ഒരു ഗസ്റ്റിനെ എങ്ങനെ സെർവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്, അതെ, ഒരു ഹാപ്പി ഫേസും സെർവ് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാം. ഇത് അതുമാത്രം നമ്മളിപ്പോൾ വേൾഡ് വൈഡ് നമ്മൾ ഇന്നത്തെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് പരിശോധിച്ചാൽ ഹെൽത്ത് സെക്ടറിലും ഹോസ്പിറ്റാലിറ്റി സെക്ടറിലുമാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അത് മനസ്സിലാക്കി തന്നെ കുട്ടികൾ വരുന്നുണ്ട്. അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും വേൾഡ് വൈഡ്, നമ്മളുടെ കേരളത്തിൽ മാത്രമല്ല വിദേശത്തും ധാരാളം അവസരങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഈ ഫീൽഡിലേക്ക് അവരെ ആകർഷിക്കുന്നത്. അതെ അതെ. ഫോൺ വരുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചത്, ഞാൻ മൊത്തത്തിലൊന്ന് നടന്ന് കാണുകയായിരുന്നു. അപ്പം കേരളത്തിന് പുറത്തുനിന്നുള്ള ബംഗാളി കുട്ടികൾ, ലക്ഷദ്വീപിൽ നിന്നുള്ള ആളുകൾ, അപ്പം അത്രയ്ക്ക് ഫേമസ് ആണ് നമ്മുടെ സ്ഥാപനം. അവർ വിശ്വാസ്യത. കാരണം ഈ കുട്ടികളെല്ലാം ഇവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് നമ്മളുടെ പരസ്യം കണ്ടിട്ടൊന്നുമല്ല. അവരോട് ഞാൻ ചോദിച്ചു, അവർ പറഞ്ഞിട്ടുണ്ട് ഇവര് ഇവിടെ നിന്ന് മുൻ വർഷങ്ങളിൽ പാസ് ഔട്ടായ കുട്ടികളുടെ ആ ഒരു റിസൾട്ട് അവര് ഇന്ന് ശരിക്കും പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അതെ, അവരുടെ നാട്ടിൽ നിന്നോ റിലേറ്റീവ്സോ ആയിട്ടുള്ളവർ ഇവിടെ നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ഇങ്ങനെ വെറൈറ്റി ഓരോ ഐറ്റംസ് ഇങ്ങനെ കുട്ടികൾ. താങ്ക് യു, പ്ലീസ്. താങ്ക് യു. അപ്പോൾ അതങ്ങനെ റെഡി ആവട്ടെ. ഇത് കുട്ടികൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അവർക്ക് അതൊരു എക്സ്പീരിയൻസ്, റിയൽ ഒരു ഇൻഡസ്ട്രിയൽ കിച്ചണിൽ ചെയ്യുന്ന ഒരു സമീപനം തന്നെ. എന്ത് ആറ്റിറ്റ്യൂഡ്, ഇന്നത്തെ തലമുറയല്ലേ സാർ, എന്ത് വ്യത്യാസമാണ്. ശരിക്കും ഈ സ്ഥാപനം അത് അങ്ങനെ അവരെ ആക്കിയെടുക്കുന്നു എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊക്കെ നിങ്ങൾ തന്നെ റെഡിയാക്കിയതാണല്ലേ? ഓക്കെ 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 ഓക്കെ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള കുട്ടികളും ഇവിടെ ഉണ്ട്. കൂടാതെ കേരളത്തിന് പുറത്തുനിന്നുള്ള പല സ്റ്റേറ്റിൽ നിന്നുള്ളവരും ഉണ്ട്. ഇവർ ഇവിടെ വന്ന് ഈ എറണാകുളം സിറ്റിയുടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർ യൂട്ടിലൈസ് ചെയ്യുകയാണ്. കാരണം ഇവിടെ പാർട്ട് ടൈം ജോബിന് അതുപോലെ അവസരങ്ങളുണ്ട്. അപ്പോൾ അവർ വർക്ക് ചെയ്ത് അവരുടെ ഫുഡും അക്കോമഡേഷനും അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് തന്നെ കിട്ടും. അവർക്ക് കിട്ടുന്ന ഒരു സാലറി കൊണ്ട് ഫീസും അടയ്ക്കാം. അപ്പോൾ അവർ അവരുടെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അവരുടെ കോൺഫിഡൻസും അത് ബൂസ്റ്റ് ചെയ്യും. കൂടാതെ ആ ഒരു എക്സ്പീരിയൻസോട് കൂടി അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു 3 ഇയർ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടി 3 ഇയർ എക്സ്പീരിയൻസോടെ ഇറങ്ങുന്നത്. പിന്നെ ആ ഒരു നമ്മളുടെ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം പോലും ইല്ല അയാൾക്ക്. അവര് ആ ഒരു এক্সপেরিয়েন্স 100% সত্যসন্ধতাയാണ്। അതെ, সাহায্য করবে এখান থেকে। আবার প্লাস হোটেল থেকে খাওয়া দাওয়া এবং റൂം ടൂം സബ് কিছু দেওয়া হবে। നമ്മൾ ഇതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എങ്കിലും നമ്മൾ കുട്ടികൾക്ക് ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗം പേരും റൂറൽ ബെൽറ്റിൽ നിന്നുള്ളവരാണ്. എറണാകുളം സിറ്റിയിലാണെങ്കിലും അധികം പേരും റൂറൽ ബെൽറ്റിൽ നിന്നുള്ളവരാണ്. വളരെ സാധാരണക്കാരായ പേരൻസാണ്. അപ്പോൾ അവരുടെ ഒരു സാഹചര്യം കൂടെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ഫീസ് സ്ട്രക്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ കുട്ടികൾക്ക്
അവരുടെ ഫീസ് ജോബ് ചെയ്ത് തന്നെ കണ്ടെത്താനുള്ള ഒരു അവസരവും കൂടെ നമ്മൾ കൊടുക്കുന്നു. പ്രത്യേകിച്ച് എറണാകുളത്താകുമ്പോൾ സാധിക്കുകയും ചെയ്യും അല്ലേ? ഉം. അതേപോലെ തന്നെ സാറേ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ശരിക്കും അത് പലരും പറയുന്നുണ്ടെങ്കിലും സാറത് പ്രാവർത്തികമാക്കുന്നുണ്ട്. ഉവ്വ്. ഇതെനിക്ക് കിട്ടിയത് കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള അറിവാണ്. അവർ അവൻ കറക്റ്റ് ഒരു റിവ്യൂ നമ്മളോട് പറയുമല്ലോ. അപ്പോൾ ഏതൊക്കെ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് നമ്മൾ പ്ലേസ്മെൻറ്റ് സെല്ല് വർക്ക് ചെയ്യുന്നത്? നമ്മളിവിടെ നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ട് പല ലീഡിങ് ഹോട്ടൽ ഗ്രൂപ്പ്സുമായിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യം സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മളുടെ സ്ഥാപനം പോലെ ഇവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള പാർട്ട് ടൈം ജോബ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. അതെ, ശരി. അതേപോലെ തന്നെ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം എന്താണെന്ന് സാറേ, നല്ല സ്കിൽഡ് അധ്യാപകർ ശരിക്കും അവർ ആ പ്രൊഫഷനുമായി ചേർന്ന്, ഞാൻ എല്ലാവരോടും സംസാരിച്ചു. സാറ് നല്ല തിരക്കിലായിരുന്നു, അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവർ ചെയ്യുന്ന ആ പറഞ്ഞു കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ബ്രില്യൻ്റ് ആണ്. ഏത് സ്ഥാപനത്തിൻ്റെയും വിജയം തന്നെയാണ്. അതാണ് ശരിക്കും 25 വർഷം ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള കാരണം. നമുക്ക് ഇൻഡസ്ട്രി ലൈനിൽ, അതായത് സ്വദേശത്തും വിദേശത്തുമായി വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റിയാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഇന്ന് എന്താണ് ആവശ്യമെന്ന് കണ്ടറിഞ്ഞ് തന്നെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മളുടെ ഫാക്കൽറ്റീസിനുണ്ട്. അതിനുള്ള ഫെസിലിറ്റീസ് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ, അത് ഒരു ഏജ് ബാരിയർ ഇല്ല. ഇപ്പോൾ +2 കഴിഞ്ഞ് വരുന്ന 17 വയസ്സുള്ള കുട്ടി മുതൽ ഈവൻ 35 to 40 years ഉള്ളവർ വരെ ഈ വർഷം ഇവിടെ പഠിക്കുന്നുണ്ട്. വർഷങ്ങളായി ഇല്ല. അപ്പം ഈ ഒരു സിനാരിയോയിൽ ഇവർ ഇവിടെ പഠിക്കാൻ ചേരുമ്പോൾ വളരെ ഒരു അൺകട്ട് ഡയമണ്ട് എന്ന് പറഞ്ഞ പോലെ തീർത്തും സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരെ ഈ ഒരു ഇൻഡസ്ട്രിക്ക് പറ്റുന്ന രീതിയിലുള്ള കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് ആണ് നമ്മൾ ഇവരെ പ്ലേസ് ചെയ്യുന്നത്. അല്ല, ശരിക്കും ഈ കുട്ടികളെ ഇവരെ ഈ പ്രാക്ടിക്കൽ ടൈമിൽ ഇത്രയും ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞതല്ല, പഠനം ആസ്വദിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ കാര്യമാണ്. വെറൈറ്റി ഫിഷുകൾ, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലെ ലാബിൽ ചെയ്യുന്നത്. അതെനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുകയാണ്. അനുഭവമാണ് സാക്ഷ്യം. ഇനി എന്തൊക്കെ പദ്ധതികളാണ് സാറേ ഉള്ളത്? നമ്മളുടെ പറഞ്ഞ പോലെ 25th ഇയർ ആണ് കമ്മിങ് ഇയർ. അതിന് നമ്മൾ വലിയ പദ്ധതികളൊക്കെ ഉണ്ട്. ഇതൊരു വൺസ് ഇൻ ലൈഫ് ടൈം ഒരു അച്ചീവ്മെൻ്റ് ആണല്ലോ. അപ്പോൾ അത് നമ്മൾ മാക്സിമം പേരിലേക്ക് എത്തിക്കുക, ഈ ഫീൽഡിനെ കുറിച്ച് അറിയുക. അവസരങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ ഇത് ലഭ്യമാകാത്ത ഒത്തിരി പേരുണ്ട്. അതെ, അവരിലേക്ക് ഇത് എത്തിച്ച് അവർക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ എന്തായാലും 100% ജോലി സാധ്യത ഉറപ്പാക്കുന്ന ഒരു കോഴ്സാണ്, സ്ഥാപനമാണ് വളഞ്ഞമ്പലത്തെ അക്കാഡമി ഫോർ കാറ്ററിംഗ് ടെക്നോളജി. പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികൾ ധൈര്യപൂർവ്വം വിദേശ രാജ്യങ്ങളിലൊന്നും പോകേണ്ട കാര്യമില്ല. 100% നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പിക്കുന്ന ഒരുപാട് പ്രത്യേകതകൾ, മൈൽഡ് സ്റ്റോണുകൾ ഈ സ്ഥാപനത്തിനുണ്ട്. മനോഹരമായ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. പ്രിയപ്പെട്ട പ്രിൻസിപ്പളിനും ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീമിനും ക്യാമറാമാൻ റിജോയ് പറവൂരിനൊപ്പം താൽക്കാലികമായിട്ട് പറയുന്നു, സിയാദ് ചങ്ങനാശ്ശേരി.